ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിന്ന് ചിരട്ടയിലാണ് കേട്ടോ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ചിരട്ടയിൽ ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് അത് നിങ്ങൾ സാധിച്ചെടുത്തു. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഉഴുന്നും പച്ചരിയും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉഴുന്ന് കുറച്ചും പച്ചരി കൂടുതലുമായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അതിനകത്ത് ഉലുവയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കുതിർക്കാൻ വെച്ചത്. അപ്പോൾ അതെല്ലാം അരച്ചെടുത്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കലക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചിരട്ട മുമ്പത്തെ ദിവസം തന്നെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ അതിലോട്ട് നമ്മൾ നമ്മുടെ ഇഡലിയുടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഇഡ്ഡലിക്കുട്ടകത്തിനകത്തോട്ട് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ്. എത്ര ചിരട്ടയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ പരിപ്പ് ആദ്യമേ തന്നെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി കുറച്ച് പച്ചക്കറി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇഡലി നന്നായിട്ട് അങ്ങോട്ട് ആവി കയറി വെന്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന പോലെയല്ല, ഇതിനകത്ത് ഇഡലി ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ നേരം വെക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്നാൽ പിന്നെ നമുക്ക് സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന പോലെ ആ പാത്രത്തിൽ നിന്ന് ഇഡലി ഉണ്ടാക്കിയാൽ പോരെയെന്ന്. എന്നാലും നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിരട്ടയിൽ ഇഡലി ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയല്ലേ ഇഡലിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പണ്ട് ഇങ്ങനൊന്നും നമ്മുടെ ഇഡലിക്കുട്ടകം ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ ഇഡലി ആദ്യമേ തന്നെ ഒരാൾ എടുത്ത് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ടേ. എന്നിട്ട് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ വെച്ചിരുന്ന പരിപ്പും നമ്മുടെ പച്ചക്കറിയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു കിഴങ്ങും ഒരു തക്കാളിയും ഒരു കോവയ്ക്കയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സവാള ഉണ്ടായിരുന്നു. പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. ഇഡലി ഇവിടെ നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഇഡലി ഉണ്ടാക്കുന്നതിനകത്ത് നമ്മുടെ ഉഴുന്നും പച്ചരിയും വെള്ളത്തിലിടത്തില്ലേ, അപ്പോൾ ഇച്ചിരി ഉലുവയും കൂടെ അങ്ങോട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്താൽ നല്ല പുളിപ്പും കിട്ടും, നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇഡലിക്ക്. അപ്പോൾ നമ്മുടെ സാമ്പാറിനുള്ളതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ സാമ്പാർ പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് കലക്കിയെടുക്കുക. പിന്നെ കായപ്പൊടിയും കൂടെ ചേർക്കാൻ മറക്കല്ലേ. ഇതൊരു സിമ്പിൾ സാമ്പാറാണ് കേട്ടോ. സാധാരണ നമ്മൾ കുറേ പച്ചക്കറിയൊക്കെ ഇട്ട് കുറേ ഉണ്ടാക്കിയെടുക്കും അല്ലേ. ഇതൊരു സിമ്പിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കലക്കിയെടുത്തിട്ട് നമ്മൾ അടുപ്പി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ സമയത്ത് നമ്മൾ കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കടുക് വറുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ചായയൊക്കെ റെഡിയാക്കി എടുത്തു. കടുക് വറുക്കാനുള്ളത് ഇച്ചിരി കടുകും വറുത്തിട്ട് നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ സാമ്പാറും ഇഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ചായയും തിളപ്പിച്ചെടുത്തു. അല്ലെങ്കിൽ പിന്നെ അതും സമയം പോകത്തില്ലേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാമ്പാർ വേകുന്ന സമയത്ത് നമ്മൾ ചായയും റെഡിയാക്കി എടുത്തു. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ദേവക്കുട്ടിക്ക് കൊണ്ട് കൊടുത്തു. ദേവക്കുട്ടി ഇഡലിയെക്കാട്ടിൽ കൂടുതൽ സാമ്പാറാണ് വേണ്ടത്. അതുപോലെ എനിക്ക് ഇഡലിയെക്കാട്ടിൽ കൂടുതൽ സാമ്പാറാണ് വേണ്ടത്. നമ്മൾ രണ്ടും കൂടെ സിറ്റ് ഔട്ടിൽ ഇരുന്നത് കഴിക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലിയും സാമ്പാറുമായിരുന്നു. ചിരട്ടയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇഡലിയും സാമ്പാറും. നിങ്ങളുടെയോ? അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇതൊരു സിമ്പിൾ സാമ്പാർ റെസിപ്പിയാണ്. ഇതിലും സിമ്പിൾ ആയിട്ടൊരു സാമ്പാർ റെസിപ്പി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.